600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഈ കമ്പനി കൊടുത്തിരിക്കുക. ആരുടെ കമ്പനിയാണിത്? എങ്ങനെയാ കേരളത്തിലേക്ക് കടന്നു വന്നത്? ഒരു ടെൻഡർ നടപടികൾ സ്വീകരിച്ചോ? ഒരു ടെൻഡർ കോൾ ഫോർ ചെയ്തോ? ഇവിടെ ഫാക്ടറി തുടങ്ങാൻ എത്രയോ കമ്പനികൾ തയ്യാറുണ്ടല്ലോ. എന്തേ ഈ ഒരൊറ്റ കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കുന്നു? പച്ചയായ അഴിമതി ഞങ്ങൾക്കറിയാം. ഒരു മടിയുമില്ലാതെ പച്ചയായ അഴിമതി നടത്തുകയാണ്. ഞാൻ 600 കോടിയുടെ അവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് എടുത്ത് എനിക്ക് ബന്ധപ്പെട്ട കർണാടകയിലെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾക്ക് കൊടുത്തു. ഇതൊന്ന് അനലൈസ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു. 200 ഇരട്ടി 300 ഇരട്ടിയാണ് ആ റിപ്പോർട്ടിലെ എമൗണ്ട് കൂട്ടിയിരിക്കുന്നത്. ഒരു 150-175 കോടി രൂപ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടറിക്കാണ് 600 കോടിയാക്കിയിട്ട് എസ്കലേറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലിട്ടുന്ന മുഖ്യമന്ത്രിയും കള്ളുമന്ത്രിയും പറയുന്നത്. ഒരാൾക്കും തൊഴിലിട്ടില്ല എന്നാ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ. കാരണം കംപ്ലീറ്റ് മെക്കനൈസ്ഡ് ആണ്. ഫാക്ടറിയിൽ നിന്ന് മറ്റു ഫാക്ടറിയിൽ നിന്ന് കുപ്പി വരുന്നത് കൂടി, അതിന്റെ പാക്കറ്റ് പൊട്ടിക്കുന്നത്, അത് വാഷ് ചെയ്യുന്നത്, അത് ഫില്ല് ചെയ്യുന്നത്, അത് റീഫില്ല് ചെയ്യുന്നത്, അത് ക്ലോസ് ചെയ്യുന്നത്, അത് കണ്ടെയ്നറിൽ പാക്ക് ചെയ്യുന്നത്, കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് കൺവെയർ വഴി ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നത് ഫുള്ളി മെക്കനൈസ്ഡാ. പിന്നെ എവിടെ ജോലി? മുറ്റടിച്ചു വരാനുണ്ട സ്ത്രീകൾക്ക് അവിടെ ജോലി കിട്ടിയെങ്കിൽ കിട്ടും. അപ്പോ ഇങ്ങനെയുള്ള കൊള്ളകൾ നടക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ആശാ വർക്കർമാർ എത്ര ദിവസമായി ആ പച്ചപ്പാവങ്ങള് 232 രൂപ ഒരു ദിവസത്തെ വേതനം ഒന്ന് കൂട്ടിത്തരൂ പ്ലീസ്. അതിനല്ലേ സമരം? തിരിഞ്ഞു നോക്കിയോ ഈ ഗവൺമെന്റ്? ആ സമരം നടക്കുന്ന കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇവിടുത്തെ PSC മെമ്പർമാരുടെ ശമ്പളം 1.5 ഇരട്ടിയും 2 ഇരട്ടിയുമായി ഉയർത്താൻ ഒരു മടിയും ഒരു ലജ്ജയും ഇല്ലാതെ മന്ത്രിസഭാ തീരുമാനം എടുത്തത്. 20 ആൾക്ക്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുടെ മൊത്തം PSC മെമ്പർമാരുടെ എണ്ണം കണക്കാക്കിയാൽ അത്രയും മെമ്പർമാരുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. തമിഴ്നാട്ടിൽ 7 പേരാണ്, കർണാടകയിൽ 5 പേരാണ്, മഹാരാഷ്ട്രയിൽ 6 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP 5 പേരാണ് PSC മെമ്പർമാര്. അവർക്ക് 1 ലക്ഷത്തിന് താഴെയാ അവരുടെ ശമ്പളം. ഇവിടെയോ 2.25 ലക്ഷം ഉണ്ടായിരുന്ന ശമ്പളം 3.25 ലക്ഷത്തിലേക്ക് മെമ്പർമാർക്ക് ഉയർത്തി. 4.5 ലക്ഷമാക്കി ചെയർമാന്റെ ഉയർത്തി. ഒരു മടിയില്ല. അപ്പോഴാണ് ആ റോഡിൽ കിടന്ന് കറയുന്ന സഹോദരിമാര് ഒരു 300 രൂപ ഉള്ളത് ഒരു 500 പ്ലീസ് ആക്കി തരൂ. 232. അത് ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരം. ഇതാണ് തൊഴിലാളി നേതാവ്, ഇതാണ് തൊഴിലാളി പാർട്ടി, ഇതാണ് തൊഴിലാളി ഗവൺമെന്റ്. ഇത് ഇവിടെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ എല്ലാ വഴിക്കും ഈ പറഞ്ഞതുപോലെ ആ കോർപ്പറേറ്റിസത്തെ എന്താ പറയാ സഹായിക്കുന്ന നിലപാട്. ഈ പട്ടിണി പാവങ്ങൾ അവിടെ പട്ടിണി കിടന്ന് സമരം ചെയ്യുമ്പോൾ ഈ ശമ്പളം PSC മെമ്പർമാരോട് വർദ്ധിക്കുന്നതോടൊപ്പം നടക്കുന്ന എന്താ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. എത്ര കോടി രൂപ ചെലവാക്കിയത്? ഏത് മുതലാളിമാരെ വന്നത്? എറണാകുളത്തും പരിസരത്തുമുള്ള 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ റൂം തികയാത്തത് കൊണ്ട് തിരുവനന്തപുരത്തും കോവളത്തും 7 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് മുതലാളിമാരെ മീറ്റിങ്ങിന് കൊണ്ടുവരുന്നത് ഹെലികോപ്റ്റർ, കൊണ്ടുപോകുന്നത് ഹെലികോപ്റ്റർ. ആരുടെ ചെലവില? എന്താ കേരളത്തിലേക്ക് കടന്നു വന്നതിന് മുമ്പിലെ ജിമ്മില്? അപ്പോഴാണ് ഈ പട്ടിണി കിടക്കുന്ന സഹോദരിമാര് ഈ 232 രൂപ ഒന്ന് വർദ്ധിപ്പിച്ചിടണമെന്ന് പറയുമ്പോ അവര് തീവ്രവാദികളായെന്ന് പറയുന്നു. പത്രക്കാർ ഒരു കാര്യം നോട്ട് ചെയ്തോ? ഇന്നലെ നടന്നൊരു ചർച്ചയുണ്ട്. ഈ സഹോദരിമാരിലെ ചില നേതാക്കന്മാരെ പിടിച്ചുകൊണ്ട് എന്താ ചർച്ച? നിങ്ങൾ സമരം അവസാനിപ്പിക്കണം. മാർച്ച് 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾ CITUവിന്റെ സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങൾ സമരം നടത്തി, എന്തെങ്കിലും കൂട്ടിത്തരാം, നിർത്തിപ്പോകണം സമരം. ഇതാണ് ഇന്നലെ നടന്ന ചർച്ച. ഈ രീതിയിൽ കേരളം കേഴുകയാണ് ഈ ഭരണം ഒന്ന് അവസാനിക്കാൻ. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. ഇനി വരാനിരിക്കുന്നു 120 സീറ്റിലേക്ക് UDFന് കടന്നു വരാനുള്ള രാഷ്ട്രീയ മണ്ണും സാഹചര്യമുണ്ട്. അത് കൃത്യമായും വൃത്തിയായും മാനേജ് ചെയ്യാൻ UDF ലീഡർഷിപ്പിന് സാധിച്ചാൽ 120 സീറ്റുകളോടുകൂടി UDFന് അധികാരത്തിലേക്ക് വരാനുള്ള രാഷ്ട്രീയ സാധ്യതയുണ്ട്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളടുത്ത് തന്നെ കണക്കുണ്ട്, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. 63 സീറ്റ് ഈ മലയോര മേഖലയിൽ, അതിൽ 33 സീറ്റ് വന്യമൃഗ ആക്രമണവുമായി ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ബന്ധമുള്ളതാണ്.
മറ്റു 10-30ഓളം സീറ്റുകൾ ഈ പറയുന്ന പന്നിയുടെയും കുരങ്ങിന്റെയും മയിലിന്റെയും ശല്യമുള്ള 63 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഈ സ്റ്റേറ്റിൽ. 488 പഞ്ചായത്ത്. അതിൽ 45ഓളം സീറ്റുകൾ കഴിഞ്ഞ 3 ടേമായിട്ട് CPM-ന്റെ കയ്യിലാണ്. ആ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇവർക്കെതിരെ വോട്ട് ചെയ്യാൻ. അത് മാനേജ് ചെയ്യണം. ആ കർഷകരെ സംഘടിപ്പിക്കണം. മലയോര മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികളും നിയമ ഭേദഗതികളും സംസ്ഥാനത്ത് ഉണ്ടാവണം. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ മിനിയാന്ന് ഡെറിക് ഒബ്രീനും ഈ മഹബൂബ മൈത്രയും വന്നപ്പോ തിരുമേനിമാരെ പോയി കണ്ടു, സാമൂഹ്യ നേതാക്കളെ കണ്ടു, മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനെ കണ്ടു, ഇന്ന് CSI ബിഷപ്പിനെ കണ്ടു. ബഹുമാനപ്പെട്ട ബിഷപ്പ്, പാലാ ബിഷപ്പിനെ 1.5 മണിക്ക് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. വിഷയം ഇതാണ്. അപ്പൊ മലയോര മേഖല ഈ പറഞ്ഞതുപോലെ കത്തിയാളുകയാണ്. അവരുടെ വിഷയങ്ങൾ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പിനെ പോലെയുള്ള വ്യക്തികളും പാർട്ടികളുമായിട്ട് നമ്മൾ സംവദിക്കുന്നതും അതിന് ഒരുമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നതും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഒറ്റ കാര്യം കൂടി അറിയിക്കുകയാണ്. എനിക്ക് 3:30 മണിക്ക് ചങ്ങനാശ്ശേരി DYSP ഓഫീസിൽ, അവിടെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഏതൊരു വേറൊരു പോലീസ് സ്റ്റേഷൻ പറഞ്ഞു എനിക്കെതിരെ വന്ന കേസുകളുണ്ട്. ഇപ്പൊ 6-7 കേസിൽ ഇപ്പൊ ഞാൻ ജാമ്യം എടുത്തത് എനിക്കറിയാം. ഇനി അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും 3:30 മണിക്ക് അവിടെ എത്താം എന്ന തന്ന നോട്ടീസിന്റെ ഭാഗമായിട്ട് DYSPക്ക് റിട്ടേൺ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനൊക്കെ ഒന്ന് അവിടെ ഉണ്ടാവണം. അത് മാത്രമാണ് സൂചിപ്പിക്കുക. അതിലെന്താ സംശയം? ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് ഞങ്ങളെ തേറി ഞങ്ങളെ തലക്കടിച്ചാൽ, കൂലിക്കാരെ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്രമിച്ചാൽ, ആ ആക്രമിക്കാൻ വിടുന്നവന്റെ വീട്ടിൽ കയറി ആ നേതാവിന്റെ തലക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു സംശയമില്ല. പിന്നെ ഇവിടെ ജയിക്കാൻ പറ്റും. അല്ല അവർ തല്ലി വരുമ്പോൾ ഈ കട്ടിലിനടിയിൽ ഒളിക്കാൻ പറ്റുമോ? ഇവിടെ പൊതുപ്രവർത്തനം നടത്തണ്ടേ? അതിലൊന്നും ഒരു തർക്കമില്ല. വരും മാഷെ, ബേജാറാവില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പലരും വരുന്നു പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് നാളെ CPM-ന്റെ നേതാവ് പങ്കെടുക്കും. അങ്ങനെ തെറ്റിദ്ധാരണ. ആ രീതിയിൽ വാർത്ത ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രമുഖ ചില നേതാക്കളുണ്ടെന്ന് പറഞ്ഞു. CPM നേതാക്കളാണോ എന്ന് അവിടുന്ന് കൂടി ചോദിച്ചു. അത് നമുക്ക് നാളെ അവിടെ കാണാമെന്ന് പറഞ്ഞു. അത് വാർത്ത എടുത്ത് നോക്കിയാൽ മനസ്സിലാവും.